ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഋതുവായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ ഓവർ കെയറിങ്ങിൻ്റെ ആളാണ്. അമ്മ സ്ട്രിക്റ്റാണ്, വളരെ സ്ട്രിക്റ്റാണ്. പക്ഷേ ഓവർ കെയറിങ്ങിൻ്റെ ആളാണ്. കാരണം എൻ്റെ ചിന്തകൾ പോലും നിയന്ത്രിക്കുന്നത് അമ്മയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അമ്മ 4ാം ക്ലാസ്സിൽ നിൽക്കുമ്പോൾ 4ാം ക്ലാസ്സിൻ്റെ വെക്കേഷൻ ഡിസംബറിൽ എന്നെ കുളിപ്പിക്കാനായിട്ട് എണ്ണ തേക്കാൻ വിളിച്ച് നോക്കുമ്പോഴാണ് ഞാൻ പീരീഡ്സ് ആയി എന്നറിയുന്നത്. അന്ന് അമ്മ ആദ്യം പറഞ്ഞത് പക്ഷേ കഷ്ടമായിപ്പോയി ഭഗവാനെ എന്ന് വിളിച്ചു. കാരണം അമ്മയ്ക്കറിയാം എനിക്കൊന്നും അറിയില്ല, ഞാൻ പേടിച്ചു, ക്യാൻസർ എങ്ങാനാണോ എന്ന് വിചാരിച്ചു. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിലക്കുകളുടെ ഒരു ലോകമായിരുന്നു. കാരണം പ്രായത്തിൻ്റെ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഡ്വാർഫാണ്, ഒരു 5 അടി നീളമേ ഉള്ളൂ. അന്നും ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഞാൻ കോൺവെൻറ്റിൽ എന്നെ കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ബോർഡിങ് സ്കൂൾ വഴി ക്ലാസ്സിലോട്ട് പോകുമ്പോൾ എതിർവശത്തു നിന്ന് വരുന്ന ആൾ എൻ്റെ ബ്രസ്റ്റിൽ ഭയങ്കരമായിട്ടും അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ കടന്നുപോയി. എനിക്ക് ഭയങ്കര പെയിനും പേടിയുമായിരുന്നു. ഒരു ദിവസം മുഴുവൻ ഞാൻ ക്ലാസ്സിൽ പേടിച്ച് കിടച്ചിരുന്നു. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അമ്മ എടുത്തെടുത്ത് ചോദിച്ചു, നിന്നെ വേറെന്തെങ്കിലും ചെയ്തോ? എനിക്കൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് ബ്രസ്റ്റിൽ പിടിച്ചു, അതാണ് സംഭവിച്ചത്, അത്രേ ഉള്ളൂ. പക്ഷേ അമ്മ ഇങ്ങനെ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചു. പക്ഷെ അതിനുശേഷം എന്നെ മൊത്തത്തിൽ അമ്മയ്ക്കുള്ളിലൊരു സർക്കിളിൽ ഞാൻ ഒതുങ്ങി. എനിക്ക് ആരുമായിട്ടും, അമ്മ അറിയാത്ത ഒരാളുമായിട്ടും, സ്ത്രീയായാലും പുരുഷനായാലും ഫ്രണ്ട്ഷിപ്പുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്നേഹിക്കപ്പെടാൻ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. അപ്പോൾ എല്ലായിടത്തും ചിലപ്പോൾ അമ്മ കുട്ടി അച്ഛൻ കുട്ടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ അങ്ങനെ ആരുടെയും സ്പെഷ്യൽ കുട്ടിയൊന്നുമല്ല. അച്ഛനും അമ്മയ്ക്കും എൻ്റെ തോന്നലാണ്, പ്രയോറിറ്റി കണ്ണനാണ്, എൻ്റെ തോന്നലായിരിക്കും. അപ്പം എനിക്ക് ആ സത്യത്തിൽ വീട്ടിൽ തന്നെ ഞാനൊരു ഉള്ളിൻ്റെ ഉള്ളിൽ പുറത്ത് കാണിക്കാൻ പറ്റാത്ത റിബലാണ്. ഈ ഒരു ക്യാരക്ടർ, ഈ സ്നേഹിക്കപ്പെട്ടില്ല എന്നുള്ളത് ഒരു ബന്ധത്തിലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഇന്നും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. എനിക്ക് വന്ന റൊമാൻസുകളൊന്നും എൻ്റെ അമ്മ എപ്പോഴും പറയും, അവൾക്ക് കോളേജിൽ പഠിക്കുമ്പം പോലും അങ്ങനെ റൊമാൻസ് ഒന്നും ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും അല്ല. എനിക്ക് എന്നെ എന്താ പറയുക, പൊതിഞ്ഞു പിടിക്കുന്ന സ്നേഹമായിരുന്നു ആവശ്യം. ഈ നിമിഷം വരെ അങ്ങനെ ഒരാൾക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഒരാൾ ജനിക്കത്തില്ലായിരിക്കും, ചിലപ്പോൾ പറ്റിയിട്ടില്ല. എന്നെ മാത്രം സ്നേഹിച്ച് എനിക്ക് എൻ്റെ ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളിൽ തളരരുത്, ഞാൻ കൂടെയുണ്ടെന്ന് പറയാൻ അങ്ങനെ ഒരാൾ ഇതുവരെ വന്നിട്ടില്ല. മേ ബി അതുകൊണ്ടായിരിക്കാം, താങ്ങാൻ ആളുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ തളർന്നു പോയി എൻ്റെ പ്രതിസന്ധികളിൽ. ഞാൻ ആഗ്രഹിച്ചതൊക്കെ, ഇതൊരു ഭയങ്കര ശക്തമായ ആഗ്രഹമായിരുന്നു. എന്തുകൊണ്ടോ അങ്ങനെ ഒരാൾ എന്നെ തേടി വരുന്നവർക്ക് കുറച്ച് നാൾ അടുപ്പം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ വിരലെണ്ണാൻ തുടങ്ങും. ഇത്രയും ആളുകൾ എനിക്കുണ്ട്, അത് എന്നോട് ഞാൻ ഭയങ്കര വിശാല മനസ്കയാണെന്ന് അവർക്ക് തോന്നുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ വിരലെണ്ണാൻ തുടങ്ങും. എനിക്ക് അവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഞാനാണെങ്കിൽ പൊസസീവ്നെസ് കണ്ടുപിടിച്ച ആളുമാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു നല്ല പ്രണയം എനിക്ക് സംഭവിച്ചിട്ടില്ല. ഇത് എഴുതത്തള്ളപ്പെട്ട കൗൺസിലറായി മാറിയ കലാമോഹൻ്റെ ജീവിതത്തിലെ മറ്റൊരു അധ്യായം.